കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിൽ ഒന്നായ താഴെക്കാട് കുരിശുമുത്തപ്പൻ്റെ തിരുനാൾ ഇന്നാണ്. ഏറ്റവും പഴക്കമേറിയ ഒരു ദേവാലയമാണ് താഴെക്കാട് കുരിശുമുത്തപ്പൻ്റെ ദേവാലയം. ഇവിടെ എല്ലാ വർഷവും മെയ് 2, 3, 4 തീയതികളിലാണ് തിരുനാൾ. ഈ വർഷത്തെ 2024 വർഷത്തിലെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. എത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കും, ദീപാലങ്കൃതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനും വൈഫും കൂടി ഇവിടെ തിരുനാൾ കാണാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമാണ് ഈ താഴെക്കാട് കുരിശുമുത്തപ്പൻ്റെ പള്ളി. അത്ര ഭംഗിയായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ പള്ളിയെ നശിപ്പിക്കുകയും അതിനുശേഷം പുനർനിർമ്മിക്കുകയും ചെയ്ത ഒരു ദേവാലയമാണ്. ഇതിൻ്റെ ചരിത്രം എല്ലാവരുടെയും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏറ്റവും ഭംഗിയായിട്ടും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കൊടിമരമാണ് ഈ കാണുന്നത്. ഏറ്റവും സംഭവമായ ഒരു സംഭവമാണ്. എല്ലാ വിശ്വാസികൾക്കും തിരുനാൾ ആശംസകൾ. അലങ്കാര ദീപാലങ്കാരത്താൽ ഏറ്റവും രാവിലെ 5:45, 6:30, ഉച്ചതിരിഞ്ഞ് 5:30 എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന. രാവിലെ 8 മണിക്ക് അമ്പ് വഞ്ചരിച്ച് വീടുകളിലേക്ക് പോകുന്നു. രാത്രി 10 മണിക്ക് യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരുന്നു. 11 ഒരു സ്ഥലമാണ് സമാപനം. ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിക്കുകയും വിശ്വാസികൾ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ പള്ളിയുടെ മുമ്പിലേക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് പള്ളി നിൽക്കുന്നത്. 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ഉച്ചയ്ക്ക് 3:30 വിശുദ്ധ കുർബാന, ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം. തുടർന്ന് ആകാശത്ത് വർണ്ണ വിസ്മയം തീർക്കുന്ന വർണ്ണമഴ. 8 മണിക്ക് പഞ്ചാരമേള. കുരിശുമുത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത്. ദീപാലങ്കൃതമായ പള്ളിയുടെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തുടർന്ന്